സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ വേൾഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിന്റെ തേർഡ് പാർട്ട് പഠിച്ചാലോ നമുക്ക്? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്തായിരുന്നു പഠിച്ചത്? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പൊ മെറ്റൽസ് നമ്മൾ മാല്യബിൾ ആണെന്ന് പറഞ്ഞു, ഡക്റ്റൈൽ ആണെന്ന് പറഞ്ഞു, ലെസ്ട്രസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, സൊണോരിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ അതുപോലെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ആ, ഓക്കെ. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ മെറ്റൽസിന്റെ എഫക്റ്റ് എന്താണ്, എയറിലും വാട്ടറിലും അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പ്രസൻസ് ഓഫ് എയർ ആൻഡ് വാട്ടർ, ഹൗ മെറ്റൽസ് ബിഹേവ്. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് അയൺ എന്ന ഒരു മെറ്റലിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം എഫക്ട്സ് ഓഫ് എയർ ആൻഡ് വാട്ടർ ഓൺ മെറ്റൽസ്. ഈ ടോപ്പിക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ അയൺ ഒബ്ജക്റ്റിനകത്ത്, അതായത് ഇരുമ്പ് വസ്തുക്കളുടെ മുകളിൽ ഇതുപോലെ ബ്രൗൺ ഡെപ്പോസിറ്റ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നോക്കിയാൽ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കും. പൊതുവെ എന്താണ്, പുറത്ത് കിടക്കുന്ന ഇരുമ്പ് വസ്തുക്കളിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് അല്ലേ? ഇനി ഇൻ വിച്ച് കണ്ടീഷൻ വുഡ് ആൻ ഇൻ അയൺ ഒബ്ജക്ട് ഡെവലപ്പ് ബ്രൗൺ ഡെപ്പോസിറ്റ്? ഏതൊക്കെ കണ്ടീഷനിലായിരിക്കും? നമുക്ക് കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്, നോക്കിക്കേ. വെൻ ഇറ്റ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ഡ്രൈ എയർ ഓൺലി. ഡ്രൈ എയർ ഓൺലി, അതായത് ഡ്രൈ എയറിൽ മാത്രമായിട്ട് കിടക്കുമ്പോഴാണോ, അതോ വാട്ടർ ഓൺലി, വാട്ടറിൽ മാത്രം കിടക്കുമ്പോഴാണോ? എന്ത് അയൺ ഒബ്ജക്ട്സ് കേട്ടോ, അത് അയൺ ഒബ്ജക്ട്സ് കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ബോത്ത് എയർ ആൻഡ് വാട്ടർ, എയറിലും വാട്ടറും കൂടെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണോ ഈ അയൺ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഈ ബ്രൗൺ ഡെപ്പോസിറ്റ് കാണുന്നത്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനാദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണ് പറയുന്നത്. എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ ആക്ടിവിറ്റി വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിൽ ഇരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്ടിവിറ്റി വെച്ചിട്ട് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഈ ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള 3 ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ. നല്ല അടപ്പൊക്കെ ഉള്ള നല്ല 3 ഗ്ലാസ് ബോട്ടിൽസ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? അയൺ നെയിൽസ് ആണ് വേണ്ടത്. അയൺ ഏതെങ്കിലും ഒബ്ജക്റ്റ് വേണ്ടേ നമുക്ക്? അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് അയൺ നെയിൽസ് ആണ്. ഇനി പഴയ അയൺ നെയിൽസ് ആണെങ്കിൽ അതിനകത്തുള്ള ബ്രൗൺ ഡെപ്പോസിറ്റ് ഒക്കെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ട് വേണം എടുക്കാൻ എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ പുതിയ നമ്മുടെ ഷൈനിങ് ആയിട്ടുള്ള അയൺ നെയിൽസ് എടുക്കാം. എന്നിട്ട് ഈ 3 അയൺ നെയിൽസ് എന്ത് ചെയ്യണം? ഈ 3 ബോട്ടിലിൽ ഇടണം. എങ്ങനെയൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത്തെ ബോട്ടിൽ എന്താണ്? കുറച്ച് സിലിക്ക ജെൽ ഇടണം. സിലിക്ക ജെൽ എവിടെ നിങ്ങൾക്ക് അറിയാമോ? നമുക്ക് ചില മരുന്നുകൾ മേടിക്കുമ്പോഴും അല്ലെങ്കിൽ ഷൂവിന്റെ ബോക്സിലും അങ്ങനെയൊക്കെ നമുക്ക് ഒരു ചെറിയ പാക്കറ്റ് കാണില്ലേ, അതിനകത്ത് സിലിക്ക ജെൽ എന്ന് കാണും. അത് എന്തിനാണെന്ന് അറിയാമോ? നമ്മുടെ എയറിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഈ സിലിക്ക ജെൽ ഇടുന്നത്. അപ്പൊ സിലിക്ക ജെല്ലിട്ട് ഈ ബോട്ടിൽ എന്തായിരിക്കും? എയർ എന്താണ്? ഡ്രൈ ആയിരിക്കും. ഓക്കെ. അതായത് ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. ഓക്കെ. ഇനി നമ്മൾ എന്താണ്, എല്ലാ നെയിലും ഒരു ത്രെഡ് വെച്ചിട്ട്, ഒരു നൂല് വെച്ചിട്ട് വേണം പുറത്തോട്ട് ഇടാനായിട്ട് കേട്ടോ. ഓക്കെ. എന്നിട്ട് എന്താണ്, അപ്പൊ ഇതിനകത്ത് എയർ മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ബോട്ടിൽ നന്നായിട്ട് അടച്ചു വെച്ചു. ഇനി രണ്ടാമത്തെ ബോട്ടിൽ നമുക്ക് നോക്കാം. ബോട്ടിൽ ബി. ബോട്ടിൽ ബിക്കകത്ത് എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു നെയില് മുങ്ങിക്കിടക്കുന്ന അത്രയും നമ്മൾ എന്തെടുക്കുക? നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് തണുപ്പിച്ച വെള്ളം, അതായത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയില്ല, അതൊഴിക്കുക. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ഓയിലും കൂടെ ഒഴിക്കുക. എന്തിനാന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിലേക്ക് എയറിന്റെ ഒന്നും കടന്നു എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലെയർ ഓയിൽ ഒഴിക്കുന്നത്. ഓക്കെ അല്ലേ? എന്നിട്ട് ഇത് എന്ത് ചെയ്യുക? ഇതും അതുപോലെ തന്നെ ടൈറ്റൻ ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്ത ബോട്ടിൽ എന്ന് പറയുന്നത് ബോട്ടിൽ സി ആണ്. ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത്? ഈ നെയില് പകുതി വെള്ളത്തിലും പകുതി എയറിലും കിടക്കുന്ന രീതിയിൽ ഒന്ന് അങ്ങനെ വേണം ഈ നെയിൽ ഇടാൻ. അതായത് മുഴുവനായിട്ട് മുങ്ങാത്ത രീതിയിൽ കുറച്ച് ഈ അടപ്പ് എന്ത് ചെയ്യുക? അടയ്ക്കാതെ ഇരിക്കുക. എന്നാന്ന് വെച്ചാൽ അവിടോട്ട് എന്ത് വരണം? എയർ വരണം. അപ്പൊ ഈ നെയില് എയറിനും വാട്ടറുമായിട്ട് കോണ്ടാക്ട് ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ബോട്ടിലിനകത്ത് എന്താണ്? എയർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ബോട്ടിലിനകത്ത് വാട്ടർ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ബോട്ടിലിനകത്ത് എന്താണ്? എയറും ഉണ്ട്, വാട്ടറും ഉണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക് പറയുന്നത്? ഓക്കെ. ഇനി നമ്മൾ എന്താ, ഒരു 8-10 ദിവസം ഇതിനെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് എന്തുണ്ടാകുന്നുണ്ടോ നോക്കണം. അതിനകത്ത് ബ്രൗൺ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് വേണേൽ നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ഒബ്സർവേഷനിലേക്ക് പോകാം.
ഫോർമേഷൻ ഓഫ് ബ്രൗൺ ഡെപ്പോസിറ്റ് ഓൺ അയൺ നെയിൽസ്. ആ അയൺ നെയിൽസിനകത്തെല്ലാം ബ്രൗൺ ഡെപ്പോസിറ്റ് വന്നോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ബോട്ടിൽ എടുക്കാം അല്ലെ. ആദ്യത്തെ ബോട്ടിലിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? പ്രസൻസ് ഓഫ് വാട്ടർ ആണോ? അല്ല, അവിടെ വാട്ടർ ഇല്ലായിരുന്നു. പ്രസൻസ് ഓഫ് എയർ ആയിരുന്നോ? യെസ്, എയർ ആയിരുന്നു. അല്ലെ, എയർ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? നമ്മൾ സിലിക്ക ജെൽ ഇട്ടത് കൊണ്ട് അവിടെ മോയിസ്ചർ, അതായത് വാട്ടർ ഒന്നും ഇല്ല. ഒബ്സർവേഷൻ എന്താണ്? നമുക്ക് അവിടെ അയൺ നെയിൽസിന് ബ്രൗൺ ഡെപ്പോസിറ്റ് ഇല്ല. ഓക്കെ, അവിടെ അയണിനകത്ത് ബ്രൗൺ ഡെപ്പോസിറ്റ് വന്നിട്ടില്ല. ഓക്കെ, അടുത്ത കണ്ടീഷൻ, അടുത്ത ബിയിൽ എന്തായിരുന്നു? പ്രസൻസ് ഓഫ് വാട്ടർ ആയിരുന്നു അല്ലെ. അതെ, പ്രസൻസ് ഓഫ് വാട്ടർ ആയിരുന്നു. അവിടെ എയർ ഇല്ല, കാരണം നമ്മൾ ഓയിൽ വെച്ച് അത് ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി പ്രസൻസ് ഓഫ് എയർ ഉണ്ടായിരുന്നോ? ഇല്ല, പ്രസൻസ് ഓഫ് എയർ ഇല്ല. ഇവിടെ ഒബ്സർവേഷൻ എന്താണ്? ഇവിടെയും ബ്രൗൺ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടില്ല. ഇനി ഗ്ലാസ് ബോട്ടിൽ സി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രസൻസ് ഓഫ് വാട്ടറും ഉണ്ടായിരുന്നു, പ്രസൻസ് ഓഫ് എയറും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ നോക്കിയാൽ അയൺ നെയിൽസിൽ ബ്രൗൺ ഡെപ്പോസിറ്റ് നമുക്ക് എന്താണ് കാണാൻ സാധിക്കും. അപ്പൊ എന്തായിരിക്കും ഈ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ബോട്ടിൽ എയും ബോട്ടിൽ ബിയിലെയും അയൺ നെയിൽസിന് എന്താണ്? എനി ബ്രൗൺ ഡെപ്പോസിറ്റ് കാണത്തില്ല. നമുക്കറിയാം, ബോട്ടിൽ എയിലും ബോട്ടിൽ ബിയിലും അയൺ നെയിൽസ് ഡു നോട്ട് ഷോ എനി ബ്രൗൺ ഡെപ്പോസിറ്റ്. കാരണം എന്താണ്? അവിടെ ആകെ ഒരു കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിലാണെങ്കിൽ എയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നിലാണെങ്കിൽ മോയിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് വാട്ടർ കണ്ടന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ സി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ്? ബ്രൗൺ ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിച്ചു അല്ലെ. പ്രസൻസ് ഓഫ് ബ്രൗൺ ഡെപ്പോസിറ്റ് കാണാൻ സാധിച്ചു. കാരണം അവിടെ ബോത്ത് വാട്ടർ ആൻഡ് എയർ ഉണ്ടായിരുന്നു അല്ലെ. This indicate that the presence of both water and air is essential for this deposit development. അപ്പൊ ഈ ഇങ്ങനെയുള്ള ബ്രൗൺ ഡെപ്പോസിറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? വാട്ടറും എയറും വേണം. അതായത് മോയിസ്റ്റ് ആയിട്ടുള്ള എയർ ആയിരിക്കണം. മനസ്സിലായത്? വാട്ടർ കണ്ടന്റ് ഉള്ള എയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ തൊട്ട് പറയണം, മോയിസ്റ്റ് എയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ബ്രൗൺ ഡെപ്പോസിറ്റ് ഓൺ ദ ഒബ്ജെക്ട് മെയ്ഡ് ഓഫ് അയൺ. ഓക്കെ, ഇനി ഈ ബ്രൗൺ ഡെപ്പോസിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് റസ്റ്റ്. RUST, റസ്റ്റ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് റസ്റ്റ് ഓൺ ഒബ്ജെക്ട് മെയ്ഡ് ഓഫ് അയൺ ഈസ് കോൾഡ് റസ്റ്റ്. എന്താണ്? ഇങ്ങനെ അയണിന്റെ മുകളിൽ ഇതുപോലെയുള്ള ബ്രൗൺ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ റസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റസ്റ്റിംഗ്. അപ്പൊ ഇത്രയും സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഇതുപോലെ അയൺ ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ഇതുപോലെ കളർ ഡീകളറേഷൻ സംഭവിക്കുന്നത്? അല്ല അല്ലെ. മെനി അതർ മെറ്റൽസ് ഓൾസോ എക്സിബിറ്റ് ഡിസ്കളറേഷൻ വെൻ കെപ്റ്റ് ഓപ്പൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ മറ്റ് മെറ്റൽസിന് ഇതുപോലെയുള്ള ഡിസ്കളറേഷൻ സംഭവിക്കുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ കോപ്പർ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്താണ്? ഗ്രീൻ കോട്ടിംഗ് ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ സിൽവർ ഒബ്ജക്റ്റ്, പ്രധാനമായിട്ട് നമ്മുടെ സിൽവർ ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ, അതിനകത്ത് ബ്ലാക്ക് കോട്ടിംഗ് ഉണ്ടാവുന്നു. ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആണ്. എന്താണ് ഇതിന്റെ പ്രോബ്ലം? എന്താണ് ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ എയർ, വാട്ടർ അല്ലെങ്കിൽ എനി അതർ കണ്ടീഷൻസ്, അതർ സബ്സ്റ്റൻസസ് കാരണം മെറ്റൽ എന്താവുന്നു? മെറ്റൽ ഗ്രാജുവൽ ആയിട്ട് ഡിറ്റീരിയറേഷൻ സംഭവിക്കുന്നു, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെറ്റൽസിനൊക്കെ എന്ത് സംഭവിക്കുന്നതാണ്? കൊറോഷൻ സംഭവിക്കുന്നതാണ്. അപ്പൊ എന്താണ് കൊറോഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? gradual deterioration of metal surface caused by air, water or other substances is known as corrosion. അപ്പോൾ കൊറോഷൻ എക്സാമ്പിൾ ചോദിച്ചാൽ റസ്റ്റിംഗ് ഓഫ് അയൺ, അതുപോലെ തന്നെ കോപ്പർ സർഫസിന് മുകളിൽ എന്താണ്? ഗ്രീൻ കോട്ടിംഗ് ഉണ്ടാവുന്നു, അതുപോലെ ബ്ലാക്ക് കോട്ടിംഗ് ഓൺ ദ സർഫസ് ഓഫ് സിൽവർ ഒബ്ജക്ട്സ്. അപ്പൊ ഇതൊക്കെയാണ് എക്സാമ്പിൾ എഴുതേണ്ടത്. ഇനി, do you know that rusting of iron is a serious problem in our country? Yes, എന്താണ്? Every year an enormous amount of money is spent to replace or repair iron structure damaged due to rusting. അപ്പൊ റസ്റ്റിംഗ് നടന്ന ഈ അയൺ സ്ട്രക്ചർ ഒക്കെ ഡാമേജ് ആയില്ലേ, അപ്പൊ അതൊക്കെ റീപ്ലേസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും നമുക്ക് ധാരാളം പൈസയുടെ ആവശ്യമുണ്ട്. അതാണ് ഇതൊരു സീരിയസ് പ്രോബ്ലം ആണെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ? ഈ റസ്റ്റിംഗ് ഓഫ് അയൺ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അത് നമുക്ക് എക്സാമ്പിൾ
എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ്? പെയിന്റിങ് ചെയ്യാം, ഓയിലിംഗ് ചെയ്യാം, ഗ്രീസിങ് ചെയ്യാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാണ് ഗാൽവനൈസേഷൻ. എന്താണ് ഗാൽവനൈസേഷൻ എന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്താണ്? അപ്ലൈയിങ് എ പ്രൊട്ടക്റ്റീവ് ലെയർ, ഇവിടെ തൊട്ട് എഴുതണം, അപ്ലൈയിങ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സിങ്ക് മെറ്റൽ ഓൺ അയൺ. അയണിന്റെ മുകളിൽ സിങ്ക് മെറ്റൽ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സിങ്ക് മെറ്റൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ നമ്മുടെ അയണിനെ സംരക്ഷിക്കും. ഓക്കെ, അപ്പൊ എന്താണ് അതിന് ആ മെത്തേഡിന് പറയുന്ന പേര്? ഗാൽവനൈസേഷൻ. അപ്പൊ ഗാൽവനൈസേഷൻ എന്ന് ചോദിച്ചാൽ അപ്ലൈയിങ് എ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് സിങ്ക് മെറ്റൽ ഓൺ അയൺ. അപ്പൊ ഈ പ്രിവെൻഷൻ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു വെക്കാം. ഇനി ഒരു ഫാസിനേറ്റിംഗ് ഫാക്റ്റും കൂടെ നമുക്ക് നോക്കാം. ഇതാണ് ദ അയൺ പില്ലർ. ഡൽഹിയിലുള്ള അയൺ പില്ലർ ആണ്. 1600 വർഷക്കാലം പഴക്കമുള്ളതാണ്. ഓക്കെ, ഇതിന് 8 മീറ്റർ ഹൈറ്റ് ഉണ്ട്, മോർ ദാൻ 6000 കിലോഗ്രാം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഫാസിനേറ്റിംഗ് ഫാക്ട്, അതായത് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അയൺ പില്ലർ റെസ്റ്റിംഗ് നടന്നിട്ടില്ല, അതായത് തുരുമ്പ് പിടിച്ചിട്ടില്ല. ഇത്രയും കാലത്തിലെ വിൻഡും റെയിൻഫോളും ഇന്റൻസ് വെതറും ഒക്കെ ഉണ്ടായിട്ടും ഇതെന്താണ്? റെസ്റ്റ് സംഭവിച്ചിട്ടില്ല. കാരണം അന്നത്തെ ആ ഒരു മെറ്റൽ ടെക്നോളജി, നമ്മുടെ ആ ഇന്ത്യയുടെ മെറ്റൽ ആ ഒരു സ്കില്ലാണ് കാണിക്കുന്നത് അല്ലെ, മെറ്റൽ ടെക്നോളജിയിലുള്ള സ്കില്ലാണ് കാണിക്കുന്നത്. അതായത് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അന്ന് കാലത്ത് ഈ ഒരു അയൺ പില്ലർ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? എഫക്ട്സ് ഓഫ് എയർ ആൻഡ് വാട്ടർ ഓൺ അയൺ മെറ്റൽസ് ആണ്. അപ്പൊ മറ്റ് മെറ്റൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എഫക്ട്സ് ഓഫ് എയർ ആൻഡ് വാട്ടർ ഓൺ അതർ മെറ്റൽസ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ ബെല്ലൈക്കണും കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് കൊടുക്കുമല്ലോ കമന്റ് ബോക്സിൽ. ഓക്കെ, താങ്ക് യു.